കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ചിക്കൻ ടിക്ക കോണാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ടിക്ക മസാലയും പിന്നെ ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല ഒന്നാന്തരം കോണും ഒക്കെ ആയിട്ട് വളരെ രുചിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ബ്രെഡിന് പകരം നിങ്ങൾക്ക് ടോട്ടിയ അല്ലെങ്കിൽ ചപ്പാത്തി അതൊക്കെ ഉപയോഗിച്ചിട്ട് കോൺ തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിനാണ് പ്രത്യേകത. ചിക്കൻ ടിക്ക മസാലയിൽ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല അടിപൊളി ചിക്കൻ ഫില്ലിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ചിക്കൻ ടിക്ക കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 300 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ടിക്ക മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ ഏലക്കായ് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 3 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം ഞാനവിടെ ബാക്കി വെക്കും കേട്ടോ. ലാസ്റ്റ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ആവാനാവുമ്പോൾ, അതായത് വെന്തിട്ട് ഏകദേശം ആവുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള മസാല നമ്മുടെ ചിക്കനിൽ ചേർത്തിട്ട് നല്ലതുപോലെ ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ മസാല പുരട്ടിയിട്ട് വെക്കുന്നത് നല്ലതാണ്. ചിക്കനിൽ നല്ലോണം മസാല പിടിച്ച് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 2-3 മണിക്കൂർ വരെയൊക്കെ വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഞാനിന്ന് അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ചൂടായ പാനിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒരു 30-40 സെക്കൻഡ്സ് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിലേക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടും. ചെറിയ ചെറിയ പീസായതുകൊണ്ട് 10 മിനിറ്റ് തന്നെ മതിയാവും. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇത് ഡ്രൈ ആവാൻ നിൽക്കണ്ട കേട്ടോ. കുറച്ചിങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാടങ്ങ് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും അതുപോലെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഒരു ചെറിയ ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഇതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയും ക്യാപ്സിക്കവും ഒക്കെ ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് ഇതുപോലെ അങ്ങ് ഇളക്കിയെടുക്കണം. അതൊന്ന് കുറച്ച് സോഫ്റ്റായിട്ട് വരണം. അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ച ടിക്ക മസാല ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇത് ചേർത്തിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടിക്കയുടെ ഒരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ അധികം ഡ്രൈ ആയി പോവില്ല. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് അവസാനം ഈ ഒരു മസാല ചേർക്കുകയാണെങ്കിൽ അധികം ഡ്രൈ ആവാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടിക്ക മസാല ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ചിക്കനൊക്കെ ഞാനൊരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർക്കോൾ ഇവിടെ കത്തിച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ചാർക്കോളിൻ്റെ മുകളിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പാൻ അങ്ങ് അടച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ പുക വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. അങ്ങനെ ആകുമ്പോൾ പുക ഒട്ടും പുറത്ത് പോവാതെ ഒക്കെ നമ്മുടെ ചിക്കനിലൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് ഇതുപോലെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും അതിൽ ചേർത്ത വെജിറ്റബിൾസിനും ഒക്കെ കൂടി നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. അപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് പുക കൊള്ളിച്ചെടുക്കുക. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം.
ഇനി ഈ ബൗൾ നമുക്കിതിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കനും അതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസിനും ഒക്കെ ഇപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവറാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഹാലപ്പീനോ ചേർക്കുന്നുണ്ട്. കുരുവും വെള്ളമൊക്കെ കളഞ്ഞ് കുറച്ച് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. ഒലീവ്സ്, ഹാലപ്പീനോ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് കുക്കുംബർ, ക്യാബേജ്, ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്കൊരു 5-6 ടേബിൾ സ്പൂൺ വരെ മയോണൈസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചേർത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ള ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഗാർലിക് സോസാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നല്ല നേരിയതായിട്ട് ഈ ബ്രെഡ് പരത്തിയെടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെ ബ്രെഡ് ഇങ്ങനെ പരത്താൻ പറ്റുന്നത്, പൊട്ടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ ബ്രെഡ് വാങ്ങിയ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും. കൂടുതൽ ദിവസം, അതായത് ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ വെച്ച് കഴിയുമ്പം എനിക്കും അങ്ങനെ ആവാറുണ്ട്. പുതിയ ബ്രെഡാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ ആ സമയത്ത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്ക് നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പറ്റാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു തന്നത് സ്റ്റീം ചെയ്തെടുത്താൽ ആവിയിൽ വെച്ച് കഴിഞ്ഞാൽ പറ്റും എന്നാണ്. അത് നല്ലൊരു അറിവായിരുന്നു. ഞാൻ ഇതുവരെ അത് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ആവി കയറ്റിയിട്ട്, അതായത് ആവിയിൽ വെച്ചിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ നല്ലതുപോലെ പരത്തിയെടുക്കാൻ പറ്റും, പഴയ ബ്രെഡാണെങ്കിലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ബ്രെഡ് നല്ലതുപോലെ നേരിയതായിട്ട് പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദയുടെ പേസ്റ്റും കൂടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പേസ്റ്റ് വെച്ചിട്ട് ബ്രെഡിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഒറ്റ സൈഡ് മാത്രം ആദ്യം ഒന്ന് പുരട്ടുക. അതിനുശേഷം ഇതുപോലെ കോണ് പോലെ ഒന്ന് മടക്കിയിട്ട് ആ മൈദ പുരട്ടിയ ഭാഗം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ ആക്കിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ എല്ലാ ഭാഗവും ഈ മൈദയുടെ പേസ്റ്റ് വെച്ചിട്ടങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു കോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒട്ടിക്കുന്ന ഭാഗത്തേക്ക് വീണ്ടും കുറച്ച് മൈദയുടെ പേസ്റ്റ് നന്നായിട്ടങ്ങ് പുരട്ടി കൊടുക്കുക. ഫില്ലിംഗ് നമുക്ക് ഇഷ്ടമുള്ളത്ര വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിൽ 6 കോൺ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വരെ പാല് ചേർത്തിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ബ്രെഡിൻ്റെ കോൺ ഓരോന്നും എടുത്ത് മുട്ടയിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇനി ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് സേമിയ എടുക്കാം, അല്ലെങ്കിൽ കോൺഫ്ലേക്സ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് അവിടെ ഇവിടെയായിട്ട് വിള്ളലോ പൊട്ടലോ ഉണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ മൈദയുടെ പേസ്റ്റ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചാലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒക്കെ കവർ ചെയ്തെടുത്ത ബ്രെഡ് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 എണ്ണം ഒരേ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. വളരെ ചെറിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇനി വേവാനൊന്നും ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് പുറം ഭാഗം ഒന്ന് ഗോൾഡൻ കളറാക്കി എടുത്താൽ മാത്രം മതി. കൂടുതൽ സമയമൊന്നും വെച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 വശവും നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്നാക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ രുചിയാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഉള്ളിലെ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്